ഹേ എവരിവൺ, നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ഇതിന് SSC പ്രിപ്പയർ ചെയ്ത ആൾക്കാരായിരിക്കും. സോ SSC UPSC തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കുറച്ച്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ബട്ട് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഡെഡിക്കേറ്റഡ്ലി UPSC പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കായിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങുന്നതിന് മുൻപേ എക്സാം എന്താണ്, ഇതിൻ്റെ പാറ്റേൺ എന്താണ്, സിലബസ് എന്താണ്, എന്തൊക്കെ പഠിക്കണം, എത്രയൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, സിവിൽ സർവീസ് എക്സാം പല ആൾക്കാർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ അവർ NCERT പാർട്ട് കവർ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്നതാണ്. സോ നിങ്ങൾ ബേസിക് ആയിട്ട് പ്ലാനറ്റ്സിനെ കുറിച്ച്, ജോഗ്രഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലാനറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താണ്, ഗാലക്സി എന്താണ്, മിൽക്കി വേ എന്താണ്, ഇത് ഇങ്ങനെ പോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം അതിൻ്റെ ഡെപ്തിലേക്ക് പോവുക. അതിപ്പോൾ എന്തൊരു ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാഗ്മ എന്താണ്, ലാവ എന്താണ്, വോൾക്കാനിക് കറപ്ഷൻ എന്താണ്, സോ എങ്ങനെയാണ് ഓഷ്യനിക് ബെഡിൽ എങ്ങനെയാണ് സുനാമി വരുന്നത്, ഐ മീൻ ഓഷ്യനിക് ബെഡിൽ എങ്ങനെയാണ് എർത്തിലേക്ക് വരുന്നത്, അതെങ്ങനെയാണ് സുനാമി കോസ് ചെയ്യുന്നത്, സിസ്മിക് വേവ്സ് എന്താണ്, അതേപോലെ തന്നെ ഇതിൽ ഫോക്കസ് പറഞ്ഞിട്ടുള്ള പോയിന്റ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം അതിലേക്ക് പോകാനായിട്ട്. സോ അങ്ങനെ പോയാൽ മാത്രമേ ഒരു സീക്വൻഷ്യൽ മാനറിൽ മുമ്പോട്ടേക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും പോളിറ്റി ആണെങ്കിലും ഇക്കോണമി ആണെങ്കിലും എന്താണെങ്കിലും. ഇക്കോണമി ആണെങ്കിലും ഇപ്പോൾ നിങ്ങളൊരു നാഷണൽ ഇൻകം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിക്കാമെന്ന് വിചാരിച്ചോ, എന്താണ് GDP, എന്താണ് NNP, എന്താണ് GNP എന്താണ്. സോ എല്ലാ കാര്യത്തിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് NCERT പാർട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് NCERT സെഷൻസ് നടത്താറുണ്ട്. സോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തതാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് NCERT, സെപ്പറേറ്റ് ആയിട്ട് അഡ്വാൻസ് അങ്ങനെ നടത്താറില്ല. അഡ്വാൻസും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ക്ലാസ് ആയിട്ട് നടത്തും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടോപ്പിക് എടുക്കുകയാണ്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ജോഗ്രഫിയിലെ. സോ ആദ്യത്തെ ഒരു 1.5 ക്ലാസ് അതിൻ്റെ NCERT പാർട്ടാണ്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് അത് NCERT കൊടുത്തിട്ടുള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്യും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ആദ്യം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിനെ തുടങ്ങും. FB ടെയിലറിനെ കുറിച്ച് പറയും, അന്റോണിയോ സ്റ്റേഡറിനെ കുറിച്ച് പറയും. എന്നിട്ടാണ് ആൽഫ്രഡ് വെഗ്നറിലേക്ക് പോകുന്നത്, ആ ഒരു തിയറി പ്രൊപ്പോർട്ട് ചെയ്ത ആളിലേക്ക് പോകുന്നത്. സോ ഹിസ്റ്ററിന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ആ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആരാണ് ആദ്യമായിട്ട് ആ ഒരു ഐഡിയ ആരാണ് കൊണ്ടുവന്നത്, അന്റോണിയോ സ്റ്റേഡർ, ശേഷം FB ടെയിലർ, അതിനുശേഷം അവസാനമായിട്ട് പ്രൊപ്പോണ്ട് ചെയ്തത് ആൽഫ്രഡ് വെഗ്നർ ആണ്. സോ അങ്ങനെയാണ് നമ്മൾ ബേസിക് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അഡ്വാൻസിലേക്ക് പോകുന്നത്. ഒരു 3 ക്ലാസ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 1.5 ക്ലാസ് നമ്മൾ NCERTക്ക് എടുക്കും, ബാക്കി 1.5 ക്ലാസ് നമ്മൾ അതിൻ്റെ അഡ്വാൻസ് ലെവലിൽ എടുക്കും. സോ ആ സമയത്ത് ബേസിക്സും മനസ്സിലാവും, അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. സോ നമ്മൾ ഈ ഒരു സീക്വൻഷ്യൽ മാനറിലാണ് ബാച്ചിലർ ക്ലാസ്സസ് നടത്തുന്നത്. സോ 500 രൂപ പെർ മന്ത് ഫീസിൽ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബട്ട് നിങ്ങളിപ്പോൾ സെൽഫ് സ്റ്റഡി ആണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം NCERT കവർ ചെയ്യുക, ശേഷം അഡ്വാൻസിലേക്ക് പോകുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അഡ്വാൻസ് ലെവലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആദ്യം പോകുന്നുണ്ടെന്നാണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഹിസ്റ്ററിയിൽ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെന്ന് വിചാരിച്ചു, അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇൻ ഇന്ത്യ, യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വരുന്നത്. ആ ഒരു അറൈവൽ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് NCERT കൊടുത്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം സ്പെക്ട്രത്തിൽ കൊടുത്തിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുക. സോ ബേസിക്സ് കവർ ചെയ്യുക, ശേഷം അഡ്വാൻസിലേക്ക് പോകുക. ആദ്യം തന്നെ അഡ്വാൻസിലേക്ക് പോയുള്ള ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ജോഗ്രഫിയിൽ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണ്, സുനാമി, എർത്ത്, അല്ലെങ്കിൽ ജെറ്റ് സ്ട്രീം, വിൻഡ്, അതിൽ ഒരുപാട് വലിയ വലിയ കോൺസെപ്റ്റ് പഠിക്കും, പക്ഷേ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. എന്താണിത്, ഇതിൻ്റെ സൈഡ് എന്താണ് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ NCERT പാർട്ടിൽ നോക്കുന്നുണ്ടെങ്കിൽ ജെറ്റ് സ്ട്രീം ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്യുന്നത് പ്ലെയിൻ നേരെ മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര സ്പീഡിൽ പോയി, തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു പേസ് അവർക്ക് കിട്ടിയില്ല, ഒരു ഫ്രിക്ഷൻ അവർക്ക് ഫേസ് ചെയ്തു. ആരും ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന തിരിച്ചു വരുമ്പോൾ തോന്നി, പോകുമ്പോൾ ഭയങ്കര സ്പീഡ് പോയി, തിരിച്ചു വരുമ്പോൾ എന്താ ഇത്ര സ്ലോ ആവുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ജെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എത്തുന്നത്. സോ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ NCERT പഠിച്ചതിന് ശേഷം നമ്മൾ അഡ്വാൻസ് ലെവലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല, പ്രിപ്പറേഷൻ സ്മൂത്ത് ആയിരിക്കും. സെയിം ടൈം ആദ്യം അഡ്വാൻസ് ലെവലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ ഒരു പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ 99.9% ആൾക്കാരും UPSC ഫെയിൽ ആവുന്നതിൻ്റെ റീസൺ ആദ്യം അഡ്വാൻസ് ലെവലിലേക്ക് പോകും, കിട്ടാത്ത സമയത്ത് വീണ്ടും ഒരു പ്രഷർ ക്രിയേറ്റ് ആവും, പാരൻസിൻ്റെ ഭാഗത്ത് പ്രഷർ ഉണ്ടാവും. സോ പിന്നും അഡ്വാൻസ് വായിക്കും. ബേസിക്സ് അവിടെ തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട്, അത് അവർ നോക്കിയിട്ടും കൂടി ഇല്ല. സോ അതാ പറയുന്നത്, 80% ഇമ്പോർട്ടൻസ് ബേസിക്സിന് കൊടുക്കുക, NCERT കൊടുക്കുക, ബാക്കി 20% ഇമ്പോർട്ടൻസ് അഡ്വാൻസ് ലെവലായിട്ട് കാര്യങ്ങൾ കൊടുക്കുക. അറ്റ് ദ സെയിം ടൈം ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ടാക്കിൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടായിരിക്കണം. അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്കിൽ തന്നെയാണ്, അത് ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. റെഗുലർ ആയിട്ട് എക്സാംസ് സോൾവ് ചെയ്തിട്ട് ആ ഒരു സ്കിൽ അറ്റൈൻ ചെയ്തേ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യണം, പ്രോപ്പറായിട്ട് ഒരു മെന്റർ വേണം, ഒരു ബാച്ച് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ മൈ ബാച്ച്. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താങ്ക് യു സോ മച്ച്, താങ്ക്സ് ലോട്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ടെന്നാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുമ്പോട്ടേക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് റെഗുലറായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക.